ഹായ് എവരിവൺ, റെൻവോൾട്ട് എനർജിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു 6 മാസത്തിലധികമായി സോളാർ മേഖലയിൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ്റെ ഒരു കരട് വിജ്ഞാപനം വന്നു. അതുപോലെ തന്നെ 3 കിലോവാട്ട് അബോവ് ചെയ്യുന്നവർക്ക് ഇനി ഹൈബ്രിഡ് ചെയ്യണം, അല്ലെങ്കിൽ ഗ്രോസ് മീറ്ററിംഗ് ആയിരിക്കും. അതുപോലെയുള്ള കുറേ ചർച്ചകൾ നടക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് ഇന്നലെ 6/11/2025 റെഗുലേറ്ററി കമ്മീഷൻ ഒരു വിജ്ഞാപനം ഇറങ്ങിയിട്ടുണ്ട്. ആ വിജ്ഞാപനത്തിൻ്റെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ്, നമ്മളെങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത്, തുടർന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിലവിലെ 2020 റെഗുലേഷൻ പ്രകാരമാണ് KSEBയും അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനും കേരളത്തിലെ താരിഫും അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ആ റെഗുലേഷൻ്റെ കാലാവധി 2025 മാർച്ച് 31 അവസാനിക്കുകയുണ്ടായി. അപ്പോൾ പുതിയൊരു റെഗുലേഷൻ ഇറക്കാൻ വേണ്ടി റെഗുലേറ്ററി കമ്മീഷൻ ഒരു കരട് വിജ്ഞാപനം ഒരു 6 മാസം മുന്നേ പ്രസിദ്ധീകരിച്ചിരുന്നു. ആ കരട് വിജ്ഞാപനത്തിൽ സോളാർ ഇൻഡസ്ട്രീനെ അല്ലെങ്കിൽ സോളാർ മേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാപനമായിരുന്നു. അതുപോലെ തന്നെ സോളാർ ഇൻഡസ്ട്രീനെ മാത്രമല്ല, സോളാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും വളരെ ദോഷകരമായിട്ടുള്ള ഒരു റെഗുലേഷനായിരുന്നു അന്നിറങ്ങിയിരുന്നത്. ഇതിനെതിരെ കുറേ ഓൺലൈൻ ഹിയറിങ്ങുകൾ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ജൂലൈ 8 തൊട്ട് ജൂലൈ 17 വരെയുള്ള ഡേറ്റുകളിലായിരുന്നു ആ ഓൺലൈൻ ഹിയറിംഗ് നടന്നിരുന്നത്. അതിൽ തൃപ്തികരമല്ലാത്തത് കാരണം നമ്മുടെ സോളാർ ചെയ്യുന്നവരുടെ പലവിധ സംഘടനകൾ ഹൈക്കോടതിയിൽ കേസിന് പോവുകയും അതിനുശേഷം ഓഫ്ലൈൻ ഹിയറിംഗ് അനുവദിച്ച് കിട്ടുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 22, 28, 29, 30 തീയതികളിൽ 4 വെന്യൂകളിലായിട്ടാണ് ഈ ഓഫ്ലൈൻ ഹിയറിംഗ് നടന്നത്. ഈ ഓഫ്ലൈൻ ഹിയറിംഗിൽക്കിടെ കിട്ടിയ കുറേ മാർഗനിർദ്ദേശങ്ങളെല്ലാം വെച്ചിട്ട് പുതിയൊരു വിജ്ഞാപനം ഇന്നലെ, അതായത് നവംബർ 6 ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് റെഗുലേറ്ററി കമ്മീഷൻ പുതിയ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ട്. ആ വിജ്ഞാപനത്തിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിലവിലെ വിജ്ഞാപനം 6/11/2025 തൊട്ടാണ് ആപ്ലിക്കബിൾ ആവുന്നത്. അതുപോലെ ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്ന ബില്ലിംഗ് രീതികൾ 1/1/2026 തൊട്ടാണ് നിലവിൽ വരിക. അതുപോലെ നവംബർ 5 ഫീസിബിലിറ്റിയോ പ്ലാൻ രജിസ്ട്രേഷനോ ചെയ്തിരിക്കുന്ന കൺസ്യൂമേഴ്സിനെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അവർക്ക് പഴയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആയിരിക്കും, 2020 റെഗുലേഷൻസ് ആയിരിക്കും ബാധകമാകുള്ളൂ. ഈ റെഗുലേഷൻ പ്രകാരം നമ്മുടെ കൺസ്യൂമേഴ്സിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രിയൽ, അതുപോലെ തന്നെ വെൽഫെയർ അസോസിയേഷൻസ്. ഈ 3 കാറ്റഗറിയിലും വരുന്ന കൺസ്യൂമേഴ്സിൻ്റെ ലിമിറ്റ് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് 20 കിലോവാട്ട് വരെയാണ് നെറ്റ് മീറ്ററിങ്ങിൻ്റെ ലിമിറ്റ് വരുന്നത്. ആ 20 കിലോവാട്ടിൽ 1 to 10 കിലോവാട്ട് നമുക്ക് നോർമൽ നെറ്റ് മീറ്ററിങ് രീതി തന്നെയായിരിക്കും. കേരളത്തിൽ നിലവിൽ ഇപ്പോൾ ഫോളോ ചെയ്തുകൊണ്ട് വരുന്ന സെയിം നെറ്റ് മീറ്ററിങ്ങിൻ്റെ രീതി തന്നെയായിരിക്കും 1 to 10 കിലോവാട്ട് വരെ നമുക്ക് കിട്ടുന്നത്. ഇനി 10 കിലോവാട്ടിന് എബോവ് നമ്മൾ പോകുമ്പോൾ, അതായത് 10 to 15 കിലോവാട്ട് നമുക്ക് 10% ബാറ്ററി ബാക്കപ്പോട് കൂടിയുള്ള സിസ്റ്റം വെക്കണം എന്നുള്ളതാണ് പുതിയ റൂള്. അതുപോലെ തന്നെ 15 to 20 കിലോവാട്ട് നമ്മൾ ചെയ്യുമ്പോൾ 20% ബാറ്ററി ബാക്കപ്പ് വെക്കണം എന്നുള്ളതാണ് പുതിയ റൂളിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിലവിലുള്ള എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനെ ഈ റൂള് ഒരിക്കലും ബാധിക്കില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 2027 ഏപ്രിൽ 1 തൊട്ട് ഫീസിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യുന്ന കൺസ്യൂമേഴ്സിന് 5 കിലോവാട്ട് എബോവ് ചെയ്യണമെങ്കിൽ 10% ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ളതാണ് ഈ റൂളിൽ പറയുന്നത്. അതുപോലെ നിലവിൽ ഇതുവരെ ചെയ്തിട്ടുള്ള ഒരു കൺസ്യൂമേഴ്സിനും 5/11/2026 വരെ നമ്മൾ ഫീസിബിലിറ്റിയോ പ്ലാൻ രജിസ്ട്രേഷനോ ചെയ്തിരിക്കുന്ന ഒരു കൺസ്യൂമേഴ്സിന് ഈ നിയമം ഒരിക്കലും ബാധകമാവില്ല. റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്ക് പ്രകാരം 1,05,00,000 കൺസ്യൂമേഴ്സിൽ, ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിൽ ഏകദേശം 17,000-ൽ-അധികം കൺസ്യൂമേഴ്സ് മാത്രമേ 10 കിലോവാട്ട് അബോവ് പ്ലാൻ ചെയ്തിട്ടുള്ളൂ കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ റൂള് വന്നാലും നിലവിലുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിനെ ഒരു രീതിക്കും ബാധിക്കില്ല എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്ക് പ്രകാരം പറയുന്നത്. ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിൻ്റെ നെറ്റ് മീറ്ററിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 500 കിലോവാട്ടാണ്. അതിൽ ആദ്യത്തെ 1 തൊട്ട് 25 കിലോവാട്ട് വരെ നമുക്ക് വേറെ അഡീഷണൽ ബാറ്ററി ബാക്കപ്പുകളോ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളില്ല. നിലവിലെ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന നെറ്റ് മീറ്ററിംഗ് രീതി തന്നെയാണ് 1 തൊട്ട് 25 കിലോവാട്ട് വരെയുള്ള കൺസ്യൂമേഴ്സിന് നിലവിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ഇനി 25 എബോവ് വരുമ്പോൾ, 25 to 100 കിലോവാട്ട് വരുമ്പോൾ 10% ബാറ്ററി ബാക്കപ്പ് വേണം എന്നുള്ളതാണ് പുതിയ റൂളിൽ പറയുന്നത്. അതുപോലെ തന്നെ 100 എബോവ് വരുമ്പോൾ, 100 to 500 കിലോവാട്ട് വരുമ്പോൾ 20% ബാറ്ററി ബാക്കും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ റെഗുലേറ്ററി കമ്മീഷൻ്റെ കണക്ക് പ്രകാരം ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിൽ 90% കൺസ്യൂമേഴ്സും 25 കിലോവാട്ട് താഴെയുള്ളവരാണ്. അതുകൊണ്ട് പുതിയ റൂൾ വന്നാലും ഇൻഡസ്ട്രിയൽ കൺസ്യൂമേഴ്സിനെയും അധികം ബാധിക്കില്ല എന്നാണ് റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്.
അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് മൾട്ടി സ്റ്റോറേഡ് അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ കോമൺ ഏരിയാസാണ്. അതായത് വില്ല പ്രോജക്റ്റുകളുടെയോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളുടെയോ കോമൺ ഏരിയ കണക്ഷൻസിൻ്റെ കാറ്റഗറിയാണ് അടുത്തത്. ഇതിൽ നെറ്റ് മീറ്ററിംഗ് ലിമിറ്റ് എന്ന് പറയുന്നത് 500 കിലോവാട്ട് തന്നെയാണ്. ഈ 500 കിലോവാട്ടിൽ ആദ്യത്തെ 1 തൊട്ട് 25 കിലോവാട്ട് വരെ നോർമൽ നെറ്റ് മീറ്ററിംഗ് രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി 25 അബോവ് 100 കിലോവാട്ട് വരെ 10% ബാറ്ററി ബാക്കപ്പും, അതുപോലെ തന്നെ 100 to 500 കിലോവാട്ട് വരെ 20% ബാറ്ററി ബാക്കപ്പുമാണ് നിലവിൽ റെഗുലേറ്ററി കമ്മീഷൻ പറയുന്നത്. ഇനി ഈ റെഗുലേഷനിൽ സാധാരണക്കാർക്കുള്ള ഏറ്റവും വലിയ ഇരുട്ടടി എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ സാധാരണക്കാരനെ ഏറ്റവും കൂടുതൽ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സിംഗിൾ ഫേസ് സിസ്റ്റത്തിന് നമുക്ക് മാക്സിമം കണക്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം എന്നത് 3 കിലോവാട്ടാണ്. 3 കിലോവാട്ടിന് എബോവ് എത്ര ചെയ്താലും നമ്മൾ 3 ഫേസ് സിസ്റ്റം വെക്കണം എന്നുള്ളതാണ് നിലവിലെ പുതിയ റൂളിൽ പറയുന്നത്. ഇതിനകത്ത് ഒരു എക്സംഷൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ 3 ഫേസ് സിസ്റ്റം പോകുന്നില്ല എങ്കിൽ നമുക്ക് 5 കിലോവാട്ട് സിംഗിൾ ഫേസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അല്ലാത്ത എല്ലാ കൺസ്യൂമേഴ്സും, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ 3 ഫേസ് ലൈൻ പോകുന്നുള്ള എല്ലാ കൺസ്യൂമേഴ്സും ഇനി 5 കിലോവാട്ട് ചെയ്യണമെങ്കിൽ 3 ഫേസ് സിസ്റ്റം വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 5/11/2025 അത് നവംബർ 5 ഫീസിബിലിറ്റിയോ പ്ലാൻ രജിസ്ട്രേഷനോ എടുത്ത എല്ലാ കൺസ്യൂമേഴ്സിനും പഴയ ബില്ലിംഗ് സിസ്റ്റം അല്ലെങ്കിൽ പഴയ രീതിയിൽ തന്നെ ഫോളോ ചെയ്യാം. 2020 റെഗുലേഷൻ ഫോളോ ചെയ്യാവുന്നതാണ്. അല്ലാതെ പുതിയതായിട്ട് 6 തൊട്ട് എടുത്തേക്കുന്ന എല്ലാ ഫീസിബിലിറ്റിക്കും പ്ലാൻ രജിസ്ട്രേഷനും ഇനി ഇങ്ങനെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി 2027 ഏപ്രിൽ മാസം 1 തൊട്ട് ഈ റൂള് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. 3 ഫേസ് ലൈൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഈ റൂൾ ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പം നമുക്കൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടറിൽ 3 കിലോവാട്ട് പാനൽ ലോഡ് ചെയ്യുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സാധാരണക്കാരനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ വെച്ചിട്ട് 3 കിലോവാട്ട് പാനൽ ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ അവർക്ക് പിന്നീട് എപ്പോഴെങ്കിലും കറണ്ട് ബില്ല് കൂടുവാണെങ്കിൽ 6 കിലോവാട്ട് വരെ പാനൽ നമുക്ക് ഈ സെയിം ഇൻവേർട്ടറിൽ ഓവർലോഡ് ചെയ്യിക്കായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം നമുക്ക് അതൊരിക്കലും സാധ്യമല്ല. 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ നമ്മൾ വയ്ക്കുവാണെങ്കിൽ അത് 3 ഫേസ് ഇൻവേർട്ടർ തന്നെ വെച്ച് ചെയ്യേണ്ട ഒരു റൂളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഭാഗത്ത് ഏറ്റവും വലിയ സാധാരണക്കാർക്കുള്ളൊരു പണി അല്ലെങ്കിൽ ഇരുട്ടടി എന്ന് പറയുന്നത് ഈ ഒരു റെഗുലേഷൻ തന്നെയായിരിക്കും. നമുക്ക് മുന്നേ ഇറങ്ങിയിരുന്ന കരട് വിജ്ഞാപനത്തിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കും എന്ന് വിചാരിച്ചിരുന്ന 3 കാര്യങ്ങളായിരുന്നു. അതിൽ ഒന്നെന്ന് പറയുന്നത് ഇൻവേർട്ടറിൻ്റെ DC ലോഡിംഗ് കപ്പാസിറ്റി. നിലവിൽ ഇൻവേർട്ടറിൻ്റെ DC ലോഡിംഗ് കപ്പാസിറ്റിയിൽ വേറെ മാനദണ്ഡങ്ങളൊന്നും വെച്ചിട്ടില്ല. നമുക്ക് എത്ര വേണമെങ്കിൽ ലോഡ് ചെയ്യാം. അത് സൈറ്റ് കണ്ടീഷനും ഫീസിബിലിറ്റിക്ക് അനുസരിച്ച് എത്ര വേണമെങ്കിൽ നമുക്ക് ലോഡ് ചെയ്യാം. അതായത് ആകെയുള്ളൊരു മാനദണ്ഡം എന്ന് പറയുന്നത് AC ഔട്ട്പുട്ട്, ഇൻവേർട്ടറിൻ്റെ AC ഔട്ട്പുട്ട് റേറ്റഡ് ഔട്ട്പുട്ടിനേക്കാൾ കൂടുതൽ വരാൻ പാടില്ല, ഒരു ടൈമിലും വരാൻ പാടില്ല എന്നുള്ളത് മാത്രമാണ്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 5 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടറിൽ 3 കിലോവാട്ട് ലോഡ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഇൻവേർട്ടർ 3 ഫേസ് ആണെങ്കിൽ വേറെ ഒരു പ്രശ്നങ്ങളും അതിനകത്ത് വരത്തില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സോളാർ ബാങ്കാണ്. നമ്മൾ ഈ ഒരു മാസത്തെ ജനറേഷൻ എക്സ്പോർട്ടിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ നെറ്റ് ബില്ലിങ്ങിൽ യൂണിറ്റ് കൂടുതലാണെങ്കിൽ അടുത്ത മാസത്തേക്ക് ടേക്ക് ഓവർ ചെയ്യുമായിരുന്നു. അത് നിലവിൽ പഴയ സിസ്റ്റം തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ അവസാനം മാർച്ച് 31 അതിൻ്റെ സെറ്റിൽമെൻറ്റ് വരുന്നത്. ഇനി സെറ്റിൽമെൻറ്റ് എമൗണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു യൂണിറ്റിന് 3 രൂപ 9 പൈസ പഴയ കൺസ്യൂമേഴ്സിനും, പുതിയ കൺസ്യൂമേഴ്സിന് 6/11 ശേഷമുള്ള പുതിയ കൺസ്യൂമേഴ്സിന് 2 രൂപ 79 പൈസ എന്ന രീതിക്കാണ് ബില്ല് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീലിംഗ് ആപ്ലിക്കേഷൻ്റെ കേസിലായിരുന്നു. വീലിംഗ് ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വീട്ടിലെ കൺസ്യൂമർ നെയിമിൽ ചെയ്ത സോളാർ സിസ്റ്റത്തിൽ നിന്ന് സെയിം ആളുടെ പേരിൽ തന്നെ കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് താരിഫിലേക്ക് വേണമെങ്കിലും വേറൊരു ബില്ലിനെ എൻ്റെ അകത്തേക്ക് ടാലി ചെയ്യുകയായിരുന്നു. ആ ഒരു സിസ്റ്റം പുതിയൊരു കരട് വിജ്ഞാപനത്തിൽ ഉണ്ടാവില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഓൾറെഡി നമ്മുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം അതും കൂടെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളായിരുന്നു നമ്മൾ ബാധിക്കുമെന്ന് വിചാരിച്ച അടുത്ത 3 കാര്യങ്ങൾ. പക്ഷേ അതിന് വലിയ കുഴപ്പമില്ലാത്ത സൊല്യൂഷൻ റെഗുലേറ്ററി കമ്മീഷൻ തന്നിട്ടുണ്ട്. ഇനി റെഗുലേറ്ററി കമ്മീഷൻ ഇറക്കിയിരിക്കുന്ന പുതിയ വിജ്ഞാപനത്തിൽ 2 അഡീഷണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം വീട്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പകൽ സമയത്ത് നമ്മുടെ ബാറ്ററി പാക്ക് ഫുൾ ചാർജ് ചെയ്ത് വെച്ച് നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ പീക്ക് അവേഴ്സിൽ ഈ ബാറ്ററിയിൽ നിന്നും ഗ്രിഡിലേക്ക് സപ്ലൈ പവർ ചെയ്യുവാണെങ്കിൽ ഒരു യൂണിറ്റിന് 7 രൂപ 50 പൈസ വെച്ചിട്ട് KSEB അഡീഷണലി ബില്ല് ചെയ്യാനുള്ളൊരു സിസ്റ്റം പുതിയ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും പുതിയ ഇറങ്ങിയിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് വെഹിക്കിൾ ടു ഗ്രിഡ് എന്ന് പറഞ്ഞ ടെക്നോളജി. നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ബാറ്ററിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഗ്രിഡിലേക്കോ പവർ ചെയ്യാവുന്നൊരു സിസ്റ്റമാണ് വെഹിക്കിൾ ടു ഗ്രിഡ് എന്ന സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ പീക്ക് അവേഴ്സിൽ വെഹിക്കിൾ ടു ഗ്രിഡിലേക്ക് നമ്മൾ പവർ ചെയ്യുവാണെങ്കിൽ ഒരു യൂണിറ്റിന് 10 രൂപ വെച്ചിട്ടാണ് റെഗുലേറ്ററി കമ്മീഷൻ ബില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ കരട് വിജ്ഞാപനത്തിൽ ഉൾപ്പെടുത്താത്തൊരു കാര്യമാണ്. റെഗുലേറ്ററി കമ്മീഷൻ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ പുതിയ ഇറക്കിയ വിജ്ഞാപനത്തിൽ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്നതും അതുപോലെ തന്നെ
ഇൻക്ലൂഡ് ചെയ്തതിൽ ഏറ്റവും നല്ല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഗസറ്റിൻ്റെ വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ട് വിജ്ഞാപനത്തിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും നമ്പറും കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് കൂടുതൽ ഇൻഫർമേഷൻ ആർക്കെങ്കിലും അറിയാമെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഞങ്ങൾ എന്തായാലും ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.